സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത്ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. നാരായണീയത്തിൽ നമ്മൾ കണ്ടത് അഷ്ടാംഗയോഗത്തിൻ്റെ അവസാന ഘട്ടമായ സമാധി. ആ സമാധി ഘട്ടത്തിൽ വരേക്കും എത്തിച്ചേരാൻ കഴിയുന്ന ഒരാൾക്ക്, ആരാണക്കാർക്കാച്ച കഴിയുക അവർക്ക് ശരീരനാശത്തിന് ശേഷമുള്ള അവസ്ഥയിലേക്കാണ് ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞു തുടങ്ങിയത്. അത്തരക്കാർ രണ്ട് തരത്തിലുള്ള വഴിയെ പ്രാപിക്കുന്നു. ശരീരം നശിച്ചാൽ എന്താണ്? മോക്ഷരസിക ക്രമേണവ. മോക്ഷത്തിൽ താല്പര്യമുള്ളവർ യോഗവശ്യമായിരിക്കുന്ന വായുവിനെ ഷഡാശ്രയങ്ങളിൽ കൂടി നിയന്ത്രിച്ച് മോക്ഷം പ്രാപിക്കുന്നു, സുഷുമ്നയിൽ കൂടിയിട്ട്. അപ്പോൾ അതിന് എന്തും കൂടി വേണ്ടി വരും? വേറൊരു തരക്കാരാവട്ടെ മോക്ഷത്തിൻ്റെ അവിടെ എത്തിയിട്ടില്ല അവർ, പക്ഷേ ഊർധ്വലോകങ്ങളെ പ്രാപിക്കുന്നു. അപ്പോൾ പുനർജന്മമുണ്ട്, ഊർധ്വലോകമുണ്ട്. ഇന്ദ്രൻ ബ്രഹ്മാവ് മുതലായിട്ടുള്ളവരുടെയൊക്കെ ജന്മം അങ്ങനത്തെ ലോകത്തിൽ അവരെത്തിപ്പെടുകയാണ്. പക്ഷെ ഒന്നുറപ്പാണ്, രണ്ടു കൂട്ടർക്കും പിൻഗതിയില്ല. ഒന്ന് മോക്ഷം പ്രാപിക്കും, കൂടുതൽ യോഗ്യതയുള്ളവർ. ലേശം ഒന്ന് കുറഞ്ഞവർ ഊർധ്വലോകത്തിലേക്കാണ് പോവുക, ഒരിക്കലും താഴേക്കല്ല. അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു: മോക്ഷം പ്രാപിക്കണവർ, മോക്ഷം പ്രാപിക്കാത്തവർ. മോക്ഷം പ്രാപിക്കാത്തവർ ഊർധ്വലോകങ്ങളിലാണ് പോവുക. മോക്ഷം പ്രാപിക്കുന്നവർക്ക് പിന്നെ ജന്മമില്ലല്ലോ. ഇനി അവർ ഏതെല്ലാം ലോകങ്ങളെ എങ്ങനെയൊക്കെ പാരായണം, അതായത് എങ്ങനെയൊക്കെ ആ ഇത് കൂടെ അവർ പോകുന്നു, കടന്നു പോകുന്നു എന്ന് ഒന്നങ്ങനെ വിശദീകരിച്ചിരിക്കുകയാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ. ശ്ലോകം: അഗ്നിവാസരവളക്ഷപക്ഷകേർ ഉത്തരായണ ജുഷാച ദൈവതേ പ്രാപിതോരവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. ഭവത്പരഃ ഈശ്വരഭക്തന്മാർ, ഗുരുവായൂരപ്പ അങ്ങയിൽ വിശ്വാസവും ശ്രദ്ധയും ഭക്തിയും ഉള്ളവർ എന്താണ് ചെയ്യണത്? അഗ്നിവാസരവളക്ഷപക്ഷകൈ. അഗ്നി, അതുപോലെ തന്നെ വാസരം എന്ന് പറഞ്ഞാൽ പകൽ സമയം, ശുക്ലപക്ഷം എന്ന് പറഞ്ഞാൽ വെളുത്ത പക്ഷം, ഇവയെ അധിഷ്ഠാനം ചെയ്യുന്നവയും, പിന്നെ ഇതൊക്കെയും വെളിച്ചത്തെയും പരിശുദ്ധിയെയും കാണിക്കുന്ന വസ്തുക്കളാണ്. കറുത്ത പക്ഷം ഇവിടെ പറഞ്ഞില്ല. ശുക്ലപക്ഷം എന്ന് പറഞ്ഞാൽ വെളുത്ത പക്ഷം. ശുക്ലം എന്ന് പറഞ്ഞാൽ വെളുപ്പ് എന്നർത്ഥമാണ്. സംസ്കൃതത്തിൽ വെളുപ്പ് എന്നുള്ളതിനാണ് ആ വാക്ക് പ്രയോഗിക്കുക. ശുക്ലം, വെളുപ്പ്. ശുക്ലപക്ഷം, വെളുത്ത പക്ഷം. കൃഷ്ണപക്ഷം, കറുത്ത പക്ഷം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വെളുത്തതായിരിക്കുന്ന പക്ഷം ചന്ദ്രന് ബലമുള്ള കാലം. കറുത്തവാവിന് ശേഷമുള്ളത്, വെളുത്തവാവിന് ശേഷമാകുമ്പോൾ അല്ലേ കറുത്തപക്ഷം വരിക. കറുത്തവാവിന് ശേഷം തുടങ്ങിക്കഴിഞ്ഞാൽ ഒക്കെ വെളുത്തപക്ഷം. കാരണം ചന്ദ്രന് പ്രകാശമുള്ള പക്ഷത്തിനാണ് വെളുത്തപക്ഷം എന്ന് പറയുന്നത്. പൂർണ്ണചന്ദ്രന് ശേഷമുള്ളതൊക്കെ വെളുത്തപക്ഷവും കറുത്തവാവിന് ശേഷമുള്ളതൊക്കെ കറുത്തപക്ഷവും ആയിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇവയെ അധിഷ്ഠാനം ചെയ്ത് ഉത്തരായണ കാലത്തിൽ അധിഷ്ഠിതങ്ങളായിരിക്കുന്ന ദേവതകളാൽ സൂര്യലോകത്തേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറഞ്ഞത്. രവിപദം പ്രാപിത, എന്നിട്ട് സുഖം അനുഭവിക്കുന്നു. പിന്നെ അവർ ധ്രുവപദം അല്ലെങ്കിൽ ധ്രുവലോകം എന്ന പദത്തിൽ എത്തിച്ചേരുന്നു. ധ്രുവ നക്ഷത്രം പ്രകാശിക്കുന്ന ധ്രുവലോകം, ധ്രുവപദം എന്ന് പറയുന്നതിന്. ആ ധ്രുവപദത്തിലെത്തുന്നു ഒരു കൂട്ടര് എന്നർത്ഥം. അത് സാധാരണഗതിയിൽ മോക്ഷത്തിന് അർഹതയില്ലാത്തവർ എന്ത് ചെയ്യുന്നു? അഗ്നി, പകൽ സമയം, വെളുത്ത പക്ഷം മുതലായിട്ടുള്ളതിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ അതിനെ അധിഷ്ഠാനം ചെയ്ത് അതിൽ കൂടെ അവയെ ആശ്രയിച്ച് അതിൽ കൂടെ പ്രയാണം ചെയ്ത് ഉത്തരായണത്തിൽ അധിഷ്ഠിതങ്ങളായ ദേവതകളാൽ, ഉത്തരായണത്തിനുള്ള ദേവതകൾ ദക്ഷിണായനത്തിനുള്ള ദേവതകൾ രണ്ടും രണ്ടാണ്. ഉത്തരായണ ദേവതകളാൽ എന്തായിട്ട് വരണു? സൂര്യലോകത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം. അതിനുശേഷം ധ്രുവപദത്തെയും പ്രാപിക്കുന്നു. ഇപ്പോൾ രണ്ട് ലോകത്തിലാണ് എത്തിച്ചേരുന്നത്. സൂര്യലോകത്തിൽ
അതിനുശേഷം ധ്രുവലോകം എത്തിച്ചേരുന്നു. രണ്ട് കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ മോക്ഷത്തിന് അർഹതയില്ലാത്തതായിട്ടുള്ള ആൾക്കാർ ധ്രുവപദത്തിലും സൂര്യലോകത്തിലും എത്തിച്ചേരും. ആദ്യം സൂര്യലോകം, അതിനുശേഷം ധ്രുവപദത്തിലും എത്തിച്ചേരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഏതിൽ കൂടെ എല്ലാം കടന്നു പോകുന്നു? അതാണ് പറയുന്നത്. അഗ്നി പകൽ സമയമാണ് വാസരം, ശുക്ലപക്ഷമാണ് ഋക്ഷപക്ഷം ആണ് അഗ്നിവാസര വളർക്കപക്ഷകേ. ഉത്തരായണം മുതലായിട്ടുള്ളത് ആ ദേവതകളാൽ അധിഷ്ഠിതങ്ങളായിട്ട് സൂര്യലോകത്തിലെത്തുന്നു. പിന്നീട് അതിനനന്തരം ധ്രുവപദത്തിലും എത്തിച്ചേരുന്നു. ധ്രുവപദത്തിലും സൂര്യലോകത്തിലും എത്തിച്ചേരുന്നു. ഏതിന് ശേഷം? കടയെന്ന് അങ്ങോട്ട് എത്തില്ല, അതിന് ചില സ്റ്റെപ്പുകളുണ്ട്. അതാണ് അഗ്നി വാസര വളക്ഷ പക്ഷകൈ. ഋക്ഷപക്ഷം എന്ന് പറഞ്ഞാൽ വെളുത്തപക്ഷം, അഗ്നി പകല്, അളർക്ഷപക്ഷകം. അളർക്ഷപക്ഷകം ഉത്തരായണം മുതലായിട്ടതിൽ കൂടെ കടന്ന് ദൈവദേഹി ആ ദേവതകൾ അവരുടെ അനുഗ്രഹം കൊണ്ട് എവിടേക്ക് എത്തിച്ചേരുന്നു? രവിപദം, സൂര്യലോകം, തദനന്തരം ധ്രുവപദവും. അപ്പോൾ ഏതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. അഗ്നിവാസര വളർച്ച പക്ഷകേർ, വാസരം പകല്, വളർച്ചപക്ഷകം വെളുപ്പ്. അഗ്നിവാസര വളർച്ച പക്ഷകേർ, അഗ്നി പകല്, വെളുത്തപക്ഷം മുതലായത് കൂടെ ഉത്തരായണ ദേവതകൾ, ഉത്തരായണ ദുഷാച ദേവത, ആ ദേവതകളുടെ അനുഗ്രഹത്താൽ എന്ത് ചെയ്യുന്നു? പ്രാപിതോ രവിപദം, രവിപദത്തിലേക്ക് എത്തി. പിന്നീട് ധ്രുവപദാന്തത്തിലും എത്തിച്ചേരുന്നു. ധ്രുവപദത്തിലെത്തുന്നു അവസാനം. അത് കഴിഞ്ഞിട്ടില്ല, ഞാൻ അടുത്ത ശ്ലോകത്തിൽ അതിൻ്റെ ബാക്കി പറയുന്നുണ്ട്. ഈ സ്റ്റെപ്പ് പറഞ്ഞു എന്ന് മാത്രം. അഗ്നിവാസര വളക്ഷപക്ഷകേ ഉത്തരായണ ദുഷാച ദൈവതേ എന്ന് വരേക്കും ഒരൊറ്റ സ്റ്റെപ്പാണ്. രവിപദം പ്രാപിതോ, ഈ നേരിൽ പറഞ്ഞിട്ടുള്ള കാലം വെളുത്ത പക്ഷം കാലമാണ്. അഗ്നി വാസരം പകൽ ഇതൊക്കെ ഒരു സമയത്തെ കാണിക്കുന്നുണ്ട്. പിന്നെ അഗ്നി അതിൽ പെട്ടതല്ല, അഗ്നി തേജസ് എന്നർത്ഥം. പിന്നെ ഉത്തരായണ കാലത്തെ ദേവതകളാലും അനുഗ്രഹത്താലും രവിപദം പ്രാപിതു, സൂര്യപദത്തിലേക്ക് എത്തിച്ചേരുന്നു. അതിനുശേഷം ധ്രുവപദത്തിലും എത്തിച്ചേരുന്നു. രണ്ട് കാര്യമേ ഉള്ളൂ, ഒന്ന് സൂര്യൻ്റെ ലോകം, ഒന്ന് ധ്രുവപദം. ഉള്ള മാർഗമാണ് രണ്ട് വരിയിൽ പറഞ്ഞത്. അഗ്നി പകല് വെളുത്തപക്ഷം ഇതിൻ്റെയൊക്കെ കൂടെ ഉത്തരായണത്തിന് അധിഷ്ഠാന ദേവതകളുടെ സഹായത്താലാണ് എന്ത് ചെയ്യുന്നത്? രവിപദത്തിലേക്ക് പ്രാപിക്കുന്നത്. തദനന്തരം ധ്രുവപദത്തിലേക്കും പ്രാപിക്കുന്നത്. അഗ്നിവാസരവളക്ഷപക്ഷകേരുത്തരായണ ദുഷാച ദൈവതൈ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദം ദമീയതേ. അടുത്ത ശ്ലോകം കൂടി വരാം. ധ്രുവപദ പ്രാപ്തിക്ക് ശേഷം അവരെന്താണ് ചെയ്യണത്? കഴിഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ നേരത്തെ. സൂര്യലോകം, ധ്രുവപദം, രണ്ട് കാര്യം. മോക്ഷത്തിന് അർഹതയില്ലാത്തവരുടെ കഥയാണ് കേട്ടോ പറഞ്ഞത്. അവർ മോക്ഷം കിട്ടിയതോടുകൂടി കഴിഞ്ഞു. ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയാനില്ല. മോക്ഷം കിട്ടാത്തവരുടെയാണ് കുറച്ച് പറയാനുള്ളത്. അവരിങ്ങനെ പോയിട്ടാണ് മോക്ഷം കിട്ടുക. അവസാനം അവർക്കും കിട്ടും, താമസം ഉണ്ടാകുന്നില്ല. ഒന്ന് ഡയറക്റ്റാണ്, ഒന്ന് കുറച്ച് ഇൻഡയറക്റ്റാണെന്ന് മാത്രം. ആ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ പറയണ മഹർ ലോകത്തിൽ സുഖമായിട്ട് വസിക്കുന്നവരായിട്ട്, ഭൂമിയുടെ മേപ്പെട്ടുള്ള 7 ലോകമുണ്ട്. മഹർലോകം, ജനർലോകം, തപോലോകം, ബ്രഹ്മലോകം, സത്യലോകം, പിന്നെ 2 ലോകങ്ങളും കൂടിയുണ്ട്. ഭൂമി ഒരു മോൾ ലോകമായിട്ട് അവർ, ഭൂലോകം, സ്വർഗം, ഇതാണ് 7. ഭൂർലോകം, സ്വർലോകം, അതാണ് ഭൂർഭുസ എന്ന് ഗായത്രിയിൽ പറയണത്. ഭൂർലോകം, സ്വർഗലോകം, അത് 3 പറഞ്ഞു എന്നേ ഉള്ളൂ. ശരിക്കും ലോകങ്ങൾ എത്രയോ വെച്ചാൽ 14 ലോകങ്ങളാണ്. ഭാഗവതത്തിൻ്റെ ആദ്യഘട്ടത്തിലും സ്കന്ധത്തിലൊക്കെ അത് പറയുന്നുണ്ട്. ഏതൊക്കെ ഈ 14 ലോകങ്ങൾ? അതല, വിതല, സുതല, മഹാതല, രസാതല പാതാളങ്ങൾ. അതല, വിതല, സുതല, മഹാതല, രസാതല, മഹാതല പാതാളങ്ങൾ 7 ലോകം കീഴ്പ്പെട്ടും. ഭൂമി, സ്വർഗം, അതുപോലെ തന്നെ ജനർലോകം, മകർലോകം, തപോലോകം, ബ്രഹ്മലോകം 7 ലോകം മേപ്പെട്ടും. 7+7 14 ലോകങ്ങൾ. ഈ 14 ലോകങ്ങളെ 3 ലോകങ്ങളാക്കിയിട്ടും പറയും. 3 ലോകത്തിൽ അവനേക്കാൾ കേമൻ വേറെ ആരുമില്ല. അപ്പം എങ്ങനെ 3 ആയി? ഭാഗവതത്തിൽ പറയുണ്ടായി. 14 ലോകം എന്ന് ഒരു തീല് പറയുക, 3 ലോകം എന്ന് വേറെ തീല് പറയുക. ഇപ്പം വേറൊന്നുമല്ല,
താഴത്തേക്കുള്ള ലോകങ്ങളൊക്കെ പാടെ ഒന്നാക്കി, 7 എണ്ണത്തിനെ കൂട്ടിയിട്ട് ഒക്കെപ്പാടെ കിടക്കട്ടെ 1. ഭൂമി ഒരു ലോകമാക്കി 2. മേപ്പെട്ടുള്ള 7 കൂടി വരഞ്ഞിട്ട് ഒന്നാക്കി, അവിടെ കിടക്കട്ടെ 1 മതി. എന്തിപ്പോൾ 7? ഊർധ്വലോകങ്ങളെ മൊത്തത്തിൽ ഒന്നാക്കി, അതോ ലോകങ്ങളെ മൊത്തത്തിൽ ഒന്നാക്കി. ഇപ്പോൾ 1 1 2. ഭൂമി ഇതിൻ്റെ നടുവിൽ 3. ഇങ്ങനെ പറയുമ്പോൾ ലോകം പറഞ്ഞാലും ശരിയാണ്. വിസ്തരിക്കുമ്പോഴോ 14 ലോകം, ഇത്രയേ ഉള്ളൂ. വിസ്തരിക്കുമ്പോൾ 14 ലോകം, ചുരുക്കി പറയുമ്പോൾ 3 ലോകം. ഇപ്പം എന്തായാലും ഇവിടെ ഈ മേപ്പെട്ടുള്ളതായിട്ടുള്ള ലോകങ്ങളിൽ ഒന്നാണ് മഹർലോകം എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. മഹരാലേ, ഭൂമിക്ക് മുകളിലുള്ള ലോകത്തിലത്തെ ഒന്നാണ് മഹർലോകം. കീഴ്പ്പെട്ട് പാതാള, രസാതല, മഹാതല, രസാതലങ്ങളുണ്ട്. അത് സുതലത്തിലാണ് മഹാബലി കുറച്ചു കാലം പോയി കൂടിയത്, അത് വേറെ. ഇവിടെ മഹരാലയെ, മഹർലോകത്തിൽ സുഖമായിട്ട് കുറച്ചു കാലം വസിക്കും. സൂര്യലോകത്തിലും ധ്രുവപഥത്തിലും പോയതിന് ശേഷം മഹരാലയെ, മഹർലോകത്തിൽ കുറച്ചു കാലം അങ്ങനെ വസിക്കും. അപ്പോൾ അവർക്കൊരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നതാണ്. ഇത് ഈ മഹർലോകത്തിൽ പ്രശ്നം, മോളും ചൂട് താഴത്തും ചൂട്. അനന്തൻ്റെ മുഖത്തിൽ നിന്ന്, അനന്തൻ്റെ മുഖത്ത് നിന്ന് ഈ വിഷജ്വാല അങ്ങനെ ഉയരുമ്പോൾ ചൂടുണ്ടാവുന്നതാണ്. ശേഷവക്ത്രദഹനോഷ്മണ അർദ്ധ്യതേ എന്നാണ്. ശേഷം ആദിശേഷൻ, വക്ത്രം മുഖം. ആദിശേഷൻ്റെ വക്തത്തിൽ നിന്ന് ഉഷ്മണ, വിഷജ്വാലകളുടെ ചൂടുകൊണ്ട് പീഡിക്കപ്പെടുന്നു. അപ്പോൾ എന്തുണ്ടാവണു? ഭഗവത് ചിന്ത കൊണ്ട് ബ്രഹ്മലോകത്തിലേക്ക് അവർ പ്രയാണം ചെയ്യുന്നു. വേതസപദമീയതേ, ബ്രഹ്മലോകത്തിലേക്ക് എത്തുകയാണ് എന്ന് പറയണം. ശേഷൻ്റെ ദേവാഗ്നി ഇവരെ വിഷമിപ്പിക്കണതിന് മുമ്പേ അവർ ബ്രഹ്മലോകത്തിലേക്ക് എത്തും. അവിടെ 2 ലോകം ഇവിടെയും പറഞ്ഞു, നേരത്തെയും പറഞ്ഞു 2 കാര്യം. രവിപദം, ധ്രുവപദം. ഇവിടെയോ മഹർലോകം, ബ്രഹ്മലോകം. 2ലും 2 കാര്യങ്ങളാണ്. അഗ്നിവാസര വളക്ഷപക്ഷായണാദി ദേവതങ്ങളുടെ സഹായത്താൽ രവിപദത്തിലെത്തി സൂര്യലോകം. അവിടുന്ന് പിന്നീട് ധ്രുവപദത്തിലെത്തി എന്ന് പറയുന്നു. ഇവിടെയോ മഹർലോകത്തിലെത്തുന്നു, അതിനുശേഷം ബ്രഹ്മലോകത്തിലെത്തുന്നു. ഏതാണ്? മഹരാലയെ, അതാണ് മഹർലോകം. പിന്നെയോ വേദസപദം, 4ാമത്തെ വരിയിൽ വേദസപദം, അതാണ് ബ്രഹ്മലോകം. വേദാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, വേദസപദം എന്ന് പറഞ്ഞാലോ ബ്രഹ്മാവിൻ്റെ ലോകം. മഹരാലയെ ആർത്തിതോ, മഹരാലയത്തിലെത്തിയിട്ട് വേദസപദമത പുരേവ, ബ്രഹ്മലോകത്തിലും പിന്നീടെത്തുന്നു. ആദ്യം 1, അവിടുന്ന് ശേഷം മറ്റൊന്നിൽ. ദ്വിപദത്തിലെത്തിയിട്ട് ധ്രുവപദത്തിലെത്തുന്നു. അതേപോലെ ഇവിടെ പറഞ്ഞു. അതിനുശേഷം ഇവിടെ ഈ 2 സ്റ്റെപ്പാണ് വർണ്ണിച്ചത്. മഹരാലയെ, മഹർലോകത്തിലെത്തും. തുടർന്നോ വേദസപദം, ബ്രഹ്മാവിൻ്റെ പദം, വേദാവ് ബ്രഹ്മാവ്. ആ എത്തണതിൻ്റെ മാർഗങ്ങളാണ് പറഞ്ഞത്. ഭവതുപാശയസ്തദാന്ന്, അത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ബ്രഹ്മലോകത്തിലോ വേദസപദത്തിലോ എത്തണത്? ഭഗവാന്റെ വചനം കൊണ്ട്, ഭഗവാനെ ഭജിച്ച് ശ്രേയസ് നേടിയിട്ട്. ഭവതുപാശ്രയസ്തദ, വേദസപദം എത്തുന്നു. എങ്ങനെ? ഭവതുപാശ്രയസ്തദ, എല്ലാം ഈശ്വരോപാസന കൊണ്ടാണ് എത്തുന്നത്, വെറുതെ എത്തില്ല എന്ന് പറഞ്ഞു. ഇനിയോ മഹർലോകത്തിലെത്തുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു, നേരത്തെ തുടങ്ങിയത്. അതുകൊണ്ട് എന്താ പ്രശ്നം? ശേഷഭക്തലഖനോത്മണ അർദ്ധ്യതേ, ആദിശേഷൻ്റെ മുഖത്തിൽ നിന്നുണ്ടാകുന്ന വിഷജ്വാലകളുടെ ആ ഒരു ഉഷ്ണം കൊണ്ട് അർദ്ധ്യതേ, വിഷമിക്കുന്നു. അങ്ങനെ വിഷമിച്ച് ഭവതുപാശ്രയസ്തത, അങ്ങേ ഉപാസിച്ചിട്ട് ഈശ്വര ഭജനം കൊണ്ട് ശ്രേയസ് നേടിയിട്ട് ബ്രഹ്മലോകത്തിൽ എത്തുന്നു. ആദ്യം എവിടെ എത്തുന്നു? മഹർലോകത്തിൽ. അപ്പം എന്താ പ്രശ്നം? ശേഷൻ്റെ മുഖത്തു നിന്നുള്ള വിഷജ്വാലകളുടെ ഉഷ്ണം. അതിനെ എങ്ങനെയാണ് നേരിടുക? ഭഗവാനെ ഭജിക്കുന്നു, ഭവതുപാശ്രയ. അപ്പോഴോ ബ്രഹ്മപദത്തിലെത്തുന്നു. അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ബ്രഹ്മലോകത്തിൽ പുണ്യം ചെയ്ത ജീവന്മാർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് ബ്രഹ്മപദം, ബ്രഹ്മലോകം എന്നാണ് പൊതുവേ വെപ്പ്. അപ്പോൾ 2 കാര്യം രണ്ട് ശ്ലോകത്തിലും പറഞ്ഞു. ആദ്യത്തെ ലോകത്തിലോ രവിപദത്തിലെത്തുന്നു.
എങ്ങനെ എത്തണം? അഗ്നി, പകല്, വെളുത്ത പക്ഷം, അതിൻ്റെ ഉത്തരായണ ദേവതകൾ, ഇതിൻ്റെ സഹായത്തോടു കൂടി പ്രാപിതുവ രവിപദം. പിന്നെ എവിടേക്ക് എത്തണം? ധ്രുവപദം. ധ്രുവപദത്തിലെത്തണു എങ്ങനെ? ഭക്തി കൊണ്ട്, മോദവാൻ, ഭക്തി കൊണ്ട് സന്തോഷിച്ചിട്ട് ധ്രുവപദത്തിലെത്തുന്നു. പിന്നെ എന്താ ഉണ്ടാവണം? പിന്നെ വേറൊന്നുമില്ല, മഹരാലയെ, മഹർലോകത്തിലെത്തുക. വേണമെങ്കിൽ മൂന്നാമത്തേന്ന് പറയാം. രവിപദവും ധ്രുവപദവും കഴിഞ്ഞാൽ മഹർലോകം. പുനരാവൃത്തിയുള്ളവരുടെ കഥയാണല്ലോ പറയണം. മഹരാലയെ, മഹർലോകം. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ അത്? ശേഷഭക്തഗണോത്മണർത്യത, ആദിശേഷൻ്റെ മുഖത്തു നിന്നുള്ള വിഷജ്വാലകളുടെ ശല്യം, ഉഷ്ണം സഹിക്കാൻ വയ്യാത്ത അവസ്ഥ. അപ്പം എന്തുണ്ടാവണു? ഭവതുപാസയ, ഭഗവാനെ ഉപാസിച്ചിട്ട് ബ്രഹ്മപദത്തിലേക്ക് ഉയരുന്നു. ഉപാസനയുടെ പ്രഭാവം നിമിത്തം ശേഷവക്ത്രം കൊണ്ടുള്ള വിഷമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വേദസപ്പദം, വേദാവ് ബ്രഹ്മാവ്, ബ്രഹ്മപദത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ആ ശേഷവക്ത്ര ദഹന പീഡനത്തിന് മുമ്പേ തന്നെ ചിലപ്പോൾ ബ്രഹ്മലോകത്തെത്തും. അപ്പോൾ ഈ ശേഷൻ്റെ വിഷമം അനുഭവിക്കേണ്ടി വരില്ല. ആണ് പുരേവ എന്ന് പറഞ്ഞത്. പുരേവ എന്ന് പറഞ്ഞാൽ ശേഷവക്ത്രത്തിൻ്റെ ആ പരിപാടി തുടങ്ങണതിൻ്റെ മുന്നേ, പുരേവ മുമ്പേ, ശേഷൻ്റെ ആ അജണ്ട തുടങ്ങണതിൻ്റെ മുമ്പേ തന്നെ ഭക്തന്മാർ എവിടേക്ക് എത്തും? അതിൽ കുടുങ്ങാതെ, ആ ഉഷ്ണജ്വാലയിൽ കുടുങ്ങാതെ പുരേവ മുമ്പേ തന്നെ എത്തിച്ചേരുന്നു. അതുകൊണ്ട് മഹരാലയെ ആസ്ഥിത, മഹർലോകത്തിലെത്തിയവർ ശേഷഭക്തദഗണോത്മണാത്യതേ, ശേഷൻ്റെ ഉഷ്ടത്തിൽപ്പെട്ട് ഭവതുപാസേക വേദസപദം, ഭവാനെ ആശ്രയിച്ച് വേദസപദത്തിലെത്തുന്നു. എപ്പോൾ? പുരേവവ, ഈ ഇഷ്ടജ്വാലകളുടെ അനന്തൻ്റെ അജണ്ട തുടങ്ങണതിൻ്റെ മുന്നേ എന്നർത്ഥം. അപ്പോൾ ഒന്ന് രവിപദത്തിൽ സൂര്യലോകത്തിന് ശേഷം ധ്രുവപദത്തിലെത്തുന്നു. മറ്റൊന്ന് മഹരാലയെ എന്ന് പറഞ്ഞാൽ മഹർലോകം, വേദസപ്പദ ബ്രഹ്മലോകത്തിലും എത്തുന്നു. മഹരാലയത്തിലെത്തുമ്പോൾ, മഹർലോകത്തിലെത്തുമ്പോൾ ശേഷൻ്റെ ചൂട് സഹിക്കില്ല. ചിലപ്പോൾ ഭഗവാന്റെ ഉപാസന കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ആ ചൂടിൻ്റെ പദ്ധതി ആരംഭിക്കുന്നതിൻ്റെ മുമ്പേ പുരേവ തന്നെ വേദസപ്പദമത ബ്രഹ്മാവിൻ്റെ പദത്തിൽ എത്തുന്നു. സൂര്യലോകം, ധ്രുവലോകം ആദ്യത്തെ ശ്ലോകം, മഹർലോകം, ബ്രഹ്മലോകം രണ്ടാമത്തെ ശ്ലോകം. അഗ്നിവാസരവളക്ഷപട്ടകേൻ ഉത്തരായണ ജുഷാച ദേവതേ പ്രാപിതോ രവിപദം ഭവ പരോ മോദവാൻ ധ്രുവപദാം ദമീയതേ അത്തിതമകരാലയേ യഥാ ശേഷവക്തദഗണോത്മണർത്യതേ ഈയതേ ഭവതുപാസയർത്തദാ വേദസപദമത പുരൈവ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.